വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുന്നോടിയായുള്ള സമരപ്രചാരണ വാഹന ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സ്വീകരണം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സഹകരണ പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമാശ്വാസം 2021 മുതൽ നിർത്തൽ ചെയ്തത് 10% പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ്പ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, പെൻഷൻ ബോർഡിന്റെ ഫണ്ടിലേക്ക് സംഘങ്ങളുടെ വിഹിതം ഉറപ്പുവരുത്തുക, പെൻഷൻ ബോർഡിൽ പെൻഷൻകാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി 9 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. ഇതിന് മുന്നോടിയായാണ് സംസ്ഥാനത്തുടനീളം മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സ്വീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് M. സുകുമാരൻ ജാഥ ക്യാപ്റ്റനും സംസ്ഥാന ട്രഷറർ KM. തോമസ് വൈസ് ക്യാപ്റ്റനുമായ ജാഥയാണ് മൂവാറ്റുപുഴയിലെത്തിയത്. മുൻ MLA എൽദോ എബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജീവന് പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, പെൻഷൻ പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ, മെഡിക്കൽ അലവൻസ് പോലെയുള്ള വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യം, ക്ഷാമബത്തയുടെ കാര്യം, ഇങ്ങനെ തുടങ്ങി പെൻഷൻ ബോർഡിൽ പണമുള്ളപ്പോൾ ആ ബോർഡിനകത്ത് ജീവനക്കാരായിരുന്ന സന്ദർഭത്തിൽ പെൻഷൻ ഇന്നായിട്ടുള്ള ആയിരക്കണക്കായിട്ടുള്ള പെൻഷനേഴ്സ് അവർ തന്നെ ജോലി ചെയ്ത വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം പെൻഷൻ ബോർഡിനകത്ത് നിൽക്കുമ്പോൾ ആ പണത്തിൽ നിന്ന് തങ്ങൾക്ക് ഈ പുതിയ കാലത്തെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഒരു കുടുംബം ഇന്ന് പുതിയ കാലത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ വരുന്ന ദുഷ്കരമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ജോസ്, ജില്ലാ പ്രസിഡന്റ് റെയ്മണ്ട് PE, ജില്ലാ സെക്രട്ടറി PV മുഹമ്മദ് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് PM സോമൻ, സംസ്ഥാന കൗൺസിൽ അംഗം KJ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു.